ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചൂസ് പാലസ് കുക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. സാധാരണ നമ്മൾ സവാള വെച്ചാണ് ഉള്ളിവട തയ്യാറാക്കുന്നത്. സവാള ഇല്ലാതെ ഉള്ളിവട എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. വളരെ ടേസ്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി വടയാണ്. ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ കാബേജാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി ഇതുപോലെ നീളത്തിന് അരിഞ്ഞെടുക്കുക. അത് ഞാനിവിടെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മറ്റൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ ചതച്ചെടുത്തത്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. നമുക്ക് ഇതൊക്കെ ചെറിയ രീതിയിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചതച്ചിട്ടെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ കുഴച്ചെടുക്കാനുള്ള മാവ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് അരിപ്പൊടി നമ്മൾ പുട്ടിനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും തന്നെ മതിയാകും. പിന്നെ ഇനി നമുക്ക് മസാലപ്പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടി ഇതിലോട്ടൊക്കെ ചേർക്കുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് ഒരു നുള്ള്, അതായത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെയാണ് ഒരു നുള്ള് ഗരം മസാല. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. സാധാരണ നമ്മൾ സവാളയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ വെള്ളം ഒന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് അതിൽ സവാളയിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഒക്കെ ഊറി കിട്ടുന്നതാണ്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക, നല്ലതുപോലെ ഒന്ന് തളിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തളിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മാവും ഇതിൻ്റെ എരിവെല്ലാം അനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം, അങ്ങനെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമേ ഇതിനാവശ്യമുള്ളൂ കുഴച്ചെടുക്കാൻ. ഇതൊന്ന് നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്ക് വട തയ്യാറാക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് കുറച്ച് വീതം ഉരുള പിടിച്ച് ഞാൻ ഈ സമയം പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നതായിരിക്കും നമ്മുടെ ഈ വടയ്ക്ക് നല്ലത്. കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അകത്ത് ഉള്ള കാബേജും ബാക്കിയുള്ളതൊക്കെ ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഉരുളകളാക്കുന്നതിനേക്കാൾ എണ്ണ ചൂടായിട്ടുണ്ട്. വട നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ചെറിയ തീയിലിരുന്ന് അത് വേകുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് അകവും ഒന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും ചെറിയ തീയിലാകുമ്പോഴത്തേക്കും. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വട തയ്യാറായിട്ടുണ്ട്. ഉള്ളിവട തയ്യാറായിട്ടുണ്ട്. കാബേജ് വട എന്ന് നമുക്കിതിനെ പറയാം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വട നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിവട തയ്യാറായിട്ടുണ്ട്. ബാക്കി ഇരുന്നതും ഞാൻ അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് ഉള്ളിവടയും മൊരിഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് മാറ്റാം.
നല്ല മൊരിഞ്ഞ വട തയ്യാറായിട്ടുണ്ട്. ഞാൻ ഒന്നെടുത്ത് ഒന്ന് പകുതിയാക്കി കാണിക്കാം. എണ്ണയൊന്നും പിടിച്ചിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകമൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.